നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തമിഴ്നാടിന് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. കേന്ദ്രത്തിനോടാണ് മുഴുവൻ അരിശവും. ആ അരിശം പലതരത്തിൽ ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എപ്പോഴും കോടികളുടെ തട്ടിപ്പും അഴിമതിയും നടക്കുന്നതായിട്ടാണ്. അണ്ണാമലൈ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയും ചെയ്തു. പല കാര്യങ്ങളും അണ്ണാമലയുടെ കയ്യിൽ വശം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോഴിതാ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടാണ് തമിഴ്നാട് കൊമ്പ് കോർക്കുന്നത്. കേരളത്തിൻ്റെ അതേ രീതി തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ പ്രശ്നം പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ വാക്പോരാണ്. പ്രളയ ദുരിതാശ്വാസമായി കൂടുതൽ ഫണ്ട് തമിഴ്നാടിന് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ ATM അല്ല എന്ന നിർമ്മലയുടെ പ്രസ്താവനയ്ക്ക് ഉദയനിധി മറുപടി നൽകിയത് ഇങ്ങനെയാണ്. കേന്ദ്രമന്ത്രിയുടെ അച്ഛൻ്റെയോ കുടുംബത്തിൻ്റെയോ സ്വത്തല്ല ചോദിച്ചത്, ജനങ്ങളുടെ നികുതിയുടെ അർഹമായ വിഹിതമാണ് ആവശ്യപ്പെട്ടത്. സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് മറുപടി നൽകിയ നിർമ്മല സീതാരാമൻ അച്ഛൻ്റെ സ്വത്തുകൊണ്ടാണോ ഉദയനിധി അധികാരം ആസ്വദിക്കുന്നതെന്ന് താൻ ചോദിച്ചാൽ എന്താകും എന്ന് കൂട്ടിച്ചേർത്തു. നിർമ്മല സീതാരാമൻ്റെ തക്കതായ മറുപടിയാണ്, മുഖ്യസ്ഥാനങ്ങളിലുള്ളവർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഉദയനിധിയോട് വിരോധമില്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ അച്ഛൻ്റെ സ്വത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. മുത്തച്ഛനായ കരുണാനിധി വാക്കുകളുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്ന സാഹിത്യകാരനാണെന്നതും അദ്ദേഹം മറക്കുന്നുവെന്ന് നിർമ്മല വിമർശിച്ചു. എന്നാൽ കരുണാനിധിയും ദ്രാവിഡാചാര്യൻ പെരിയാറും തങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഓരോരുത്തരോടും അവരവരുടെ നിലവാരത്തിനനുസരിച്ചാണ് സംസാരിക്കുക എന്നും ഉദയനിധി തിരിച്ചടിച്ചു. അച്ഛൻ, കുടുംബം എന്നിവ മോശമായ വാക്കുകളല്ലെന്നും പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ പോലും രാഷ്ട്രീയം കലർത്താനാണ് നിർമ്മലയുടെ ശ്രമമെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി.